സിന്ദൂരപ്പൊടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നീലനോട് ഡെക്ക് കളിയാക്കിക്കൊണ്ട് പറയാണ്, ആ മണ്ടോദരി അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുമെന്ന് അവർ കരുതി കാണില്ല. സത്യം പറഞ്ഞാൽ നിൻ്റെ അമ്മയുടെ അഭിനയം കണ്ടപ്പോൾ അവർ തന്നെ ഷോക്കായി പോയിട്ടുണ്ടാവും. അപ്പം നീലൻ വിഷമത്തോടെ പറയാണ്, ഇപ്പം ഇവർക്കിടയിൽ കിടന്ന് ഞാനാണ് ശ്വാസം മുട്ടുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എടാ, നീ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാവരെയും ആശ്വസിപ്പിച്ച് നിർത്തേണ്ടത് നീയല്ലേ? ഇന്ദുവിൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രത്തോളം വിഷമത്തോടു കൂടിയായിരിക്കും അവൾ നിൽക്കുന്നുണ്ടാവുക. ആ കുട്ടിക്ക് സമാധാനം പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ. സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് ഇനിയും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിനു മുമ്പ് എങ്ങനെ അതൊക്കെ തടയണം, അതിനെക്കുറിച്ച് ചിന്തിക്ക്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാ മാമ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത്? തൽക്കാലം നീ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല അത്. ഇപ്പം നീ എന്ത് ചെയ്താലും പ്രശ്നം ഇതിനേക്കാളും വഷളാവിടാളിയാ. ഇപ്പോൾ നിൻ്റെ അമ്മ ഇനിയും മുഴുവനായിട്ട് ചെയ്തു തീർത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിൽ ഇനിയും എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലടാളിയാ. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ക്ഷമയോടെ കാത്തു നിന്നേ പറ്റൂ. നമുക്ക് നോക്കാം. രുക്മിണി അമ്മ ഈ വീട്ടിൽ നിന്നും അവർ പറഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിപ്പോയതാണെങ്കിൽ നമുക്ക് വേറൊരു രീതിക്ക് ഇത് നോക്കാമായിരുന്നു. പക്ഷേ അവരും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് നീ തൽക്കാലം ഒന്ന് മനസ്സിൽ നിന്ന് ഒഴിവാക്ക്. നമുക്കിത് കുറച്ച് സമാധാനത്തോടു കൂടി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ശരിയടാളിയാ, നീ ഇപ്പോൾ ഇന്ദുവിൻ്റെ അടുത്ത് പോയിട്ട് അവളോട് കുറച്ച് ആശ്വാസ വാക്കുകളൊക്കെ പറ. അവൾ പാവമുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാതെ നീ അങ്ങോട്ടേക്ക് ചെല്ല്. നീല എന്ന് പറഞ്ഞപ്പോൾ അവൻ അകത്തേക്ക് കയറി പോവാണ്. നീലൻ വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച രുക്മിണിയും രാജേശ്വരിയും കൂടി അവിടെ നിലത്തിരിക്കുകയാണ്. സാധനങ്ങളൊന്നും അടുക്കി പെറുക്കി വെച്ചിട്ടില്ല. അതിനിടയിൽ ഇരുന്നു കൊണ്ട് അവർ രണ്ടുപേരും മറ്റൊരു ലോകത്തെന്ന പോലെയാണ് ഇരിക്കുന്നത്. നീലൻ അവർക്കരികിൽ വന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് രുക്മിണിയോട് സങ്കടത്തോട് ചോദിക്കുകയാണ്, അമ്മ എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്? രുക്മിണി അവനോട് മറുപടി പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുവാണ്. അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ നീലൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറുപടി പറയുന്നത് രാജേശ്വരിയാണ്. നീലൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിടന്നൂടായിരുന്നോ? കുഴപ്പമില്ല മോനെ, ഞങ്ങൾ കിടന്നോളാം. നീലൻ ചുറ്റിലും നോക്കിയ സമയത്ത് അവിടെ പായയും കിടക്കയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരു മിനിറ്റ് അമ്മ, ഞാനതൊക്കെ ഒന്ന് എടുത്ത് ലെവലാക്കി വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പായയും ബെഡൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വേറൊരു മുറിയിൽ അതൊക്കെ വിരിച്ചു വെച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് രുക്മിണിയോട് പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ ആ മുറിയിൽ കിടന്നോ? നാളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതാത് സ്ഥാനത്ത് വെക്കാം. നിങ്ങൾ രണ്ടുപേരും ടയേർഡാണ്. 2-3 ദിവസങ്ങളായിട്ട് ഉറക്കം വരെ ശരിയല്ല. സമാധാനത്തോടെ കിടന്നുറങ്ങമ്മ. അതിനും ഒന്നും രുക്മിണി മറുപടി പറയുന്നില്ല. രാജേശ്വരി തന്നെയാണ് പറയുന്നത്, ശരി മോനെ, ഞങ്ങൾ ഉറങ്ങിക്കോളാം. ശരി, ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് നീലൻ എഴുന്നേറ്റതും അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കണ്ണുനീരോട് കൂടി ഇരിക്കുന്ന രുക്മിണിയാണ്. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കാത്ത രീതിയിൽ കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നീലൻ വീണ്ടും അവരുടെ അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഞാൻ വെറുതെ വായ കൊണ്ട് സമാധാനത്തോടെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ അത് എത്രത്തോളം കഷ്ടമാണെന്നും നിങ്ങളുടെ മനസ്സിൽ കൂടി ഇപ്പം എന്തൊക്കെ ചിന്തകളാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മ. രുക്മിണി അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. അപ്പോൾ നീലൻ സങ്കടത്തോടെ പറയാണ്, അമ്മ എൻ്റെ അമ്മ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഒരു വകയിൽ ഞാനും ഇതിന് കാരണക്കാരനായി അമ്മ. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. അത് കേട്ടപ്പോഴാണ് രുക്മിണി നീലനെ നോക്കുന്നത്. അവൻ്റെ സംസാരം അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിരുന്നു. കാരണം നീലൻ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവർക്കറിയാം. പക്ഷെ നീലൻ അവർക്ക് മുന്നിൽ കൈതൊഴുത് കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് തരണം അമ്മ. കുഴപ്പമില്ല മോനെ, എന്ത് സംഭവിക്കണമോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിച്ച കാര്യത്തിന് കാലം നിന്നെ ഒരു കരുവാക്കി, അത്രയേ ഉള്ളൂ. മോൻ്റെ മേൽ ഒരു തെറ്റുമില്ല. നീ ഇതിനു വേണ്ടി വിഷമിക്കേണ്ട മോനെ. നീ ഇത് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട. അപ്പോഴേക്കും മുകളിൽ നിന്നും വാസന്തിയുടെ വിളി വന്നിട്ടുണ്ടായിരുന്നു, നീല അയ്യോ നിൻ്റെ അമ്മ വിളിക്കുകയാണ് മോനെ, വേഗം തന്നെ പോവാൻ നോക്ക്. അല്ലെങ്കിൽ അതും പറഞ്ഞിട്ട് നിൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. രാജേശ്വരി പതറിക്കൊണ്ട് പറയുവാണ്, ശരി അമ്മ, ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് നീലൻ അവരെ ബുദ്ധിമുട്ടിക്കാതെ വേഗം മുകളിലേക്ക് പോവാണ്. വാസന്തി ആണെങ്കിൽ നീലനെ കാത്തു നിന്നതുപോലെയാണ് പറഞ്ഞത്, എടാ നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നോ? സമയം ഒരുപാടായി, ഉറങ്ങണ്ടേ? നീയും ഇന്ദുവും ഈ മുറി എടുത്തോ. ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ റൂം ഇതാണ്. അതുമാത്രമല്ല ബാൽക്കണിയൊക്കെ ഉണ്ട്. നീലൻ്റെ മുഖത്തുള്ള ഭാവമാറ്റം പോലും ശ്രദ്ധിക്കാതെ വാസന്തി വല്ലാതെ അഭിനയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ചെറിയ റൂം മതിയടാ, ഞാൻ വലിയ റൂമൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പോവുക? പിന്നെ കട്ടിലും മെത്തയൊക്കെ രാവിലെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാ. ഇപ്പോഴും അതൊന്നും തുറന്നു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് പായ വിരിച്ച് കിടക്കാം. പായസത്തിനോട് നാളെ കാർപ്പൻ്ററെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം ഒക്കെ വൃത്തിയായിട്ട് വെക്കാം, പോരെ? ഇന്നൊരു ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോഴേക്കും രാധിക അതുവഴി വരുന്നുണ്ടായിരുന്നു. നീലനാണെങ്കിൽ അമ്മയുടെ ഒരു മറുപടിയും പറയുന്നില്ല. അവൻ്റെ മുഖത്ത് നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. രാധികയെ കണ്ടപ്പോൾ വാസന്തി ചോദിക്കുന്നുണ്ട്, ഏയ് രാധിക, നീലൻ നിന്നോട് പായയും തലയണൊക്കെ വിരിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വിരിച്ചു വെച്ചോ? അതൊക്കെ എപ്പോഴോ ചെയ്തു മാമി.
എന്നിട്ട് അവൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും ഇന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്ദു മോൾ ഇങ്ങോട്ടേക്ക് വാ. പറയാമ്മ. ഇന്ദു അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, പായസത്തിനോട് ഭക്ഷണം ഹോട്ടലിൽ നിന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അകത്ത് എടുത്തുകൊണ്ട് പോയിട്ട് കഴിച്ചോ. ഇവിടെ മുഴുവൻ കൊതുകൊക്കെ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അത് രുക്മിണിയെയും കുടുംബത്തെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് ഇന്ദുവിന് നന്നായിട്ട് അറിയാം. ഇന്നൊരു ദിവസം തൽക്കാലം പായയും തലയണയൊക്കെ വെച്ച് നിങ്ങൾ ഉറങ്ങിക്കോ. ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ഇന്ദുവിനോട് സംസാരിക്കുന്നത്. അപ്പോഴേക്കും നീലൻ്റെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. അമ്മോ, ദയവ് ചെയ്തൊന്ന് നിർത്തമ്മ, എനിക്ക് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ അപ്പോഴും നീലൻ ദേഷ്യപ്പെട്ടത് എന്തിനാണെന്ന് അറിയാത്തതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് വാസന്തി സംസാരിക്കുന്നത്. ആ, നല്ല ടയേർഡായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ദു ജഗ്ഗിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊണ്ട് പോയിക്കോ മോളെ. ഇന്ദു അതും സമ്മതിച്ചുകൊണ്ട് തലയാട്ടുവാണ്. ഇന്ദു നീ വാ എന്ന് പറഞ്ഞിട്ട് നീലൻ ഇന്ദുവിനെയും കൂട്ടി പോയപ്പോൾ വാസന്തി ചുറ്റിലും ഒന്ന് നോക്കുവാണ്. ആ വീടിൻ്റെ ഭംഗി അവരൊന്ന് ആസ്വദിക്കുവാണ്. പുലർച്ചെ എഴുന്നേറ്റിട്ട് ഇന്ദു പാല് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ഡെക്ക് കയറി വരുന്നുണ്ടായിരുന്നു. എന്താ ഇന്ദു, പാല് വാങ്ങിക്കാൻ പോവാണോ? അതേ ഏട്ടാ, ഞാൻ ഇന്നലെ നീ പറഞ്ഞതുകൊണ്ട് രാവിലെ തന്നെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു മടിച്ച് ചോദിക്കുകയാണ്, ഏട്ടാ ഒരുപാട് ആളുകളുണ്ടല്ലോ, പാല് തികയുമോ? 2 ലിറ്റർ ഉണ്ട്, അത് മതിയാവില്ലേ? ഡെക്ക് ചോദിച്ചപ്പോൾ ഇന്ദു സന്തോഷത്തോടു കൂടി തലയാട്ടുവാണ്. അതുകൊണ്ട് അവൾ വേഗം തന്നെ കോഫി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് പാലും എടുത്തിട്ട്. പിന്നീട് കാണിക്കുന്നത് വാസന്തി പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിക്കുന്നതാണ്. ഇനി എപ്പോഴും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കണം. വാസന്തി ആളായ ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഹാളിലായിട്ടാണ് രുക്മിണിയും രാജേശ്വരിയും ശാലിനിയും അർജുനും ഒക്കെ കിടന്നുറങ്ങുന്നത്. ഇന്ദു പാലുമായിട്ട് വന്നിട്ട് കോഫി ഉണ്ടാക്കുവാണ്. ആ സമയത്തൊക്കെ അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യങ്ങളായിരുന്നില്ല. കോഫി ഇട്ടതിന് ശേഷം ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അലമാര തുറന്നു. പക്ഷേ 2 ഗ്ലാസ് എടുക്കുമ്പോഴേക്കും വേറെ ഗ്ലാസ് നിലത്തേക്ക് വീണ ശബ്ദം കേട്ടിട്ടാണ് രുക്മിണി ഞെട്ടി ഉണരുന്നത്. ഇന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇന്ദു നീ രാവിലെ എഴുന്നേറ്റോ? ആ, നീ എന്നെ വിളിച്ചൂടായിരുന്നോ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ എല്ലാവർക്കും കോഫി ഇട്ട് തരുമായിരുന്നില്ലേ? അത് കുഴപ്പമില്ലമ്മ, നിങ്ങളെല്ലാവരും നല്ല ടയേർഡായിട്ട് ഉറങ്ങുമായിരുന്നു, അതാ ഞാൻ വിളിക്കാതിരുന്നേ. അതെന്താ, നിനക്ക് മാത്രം ക്ഷീണമൊന്നും ഇല്ലേ? അവർ തിരിച്ച് ഇന്ദുവിനോട് ചോദിക്കുകയാണ്. നീയും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? നീയും ആകെ ക്ഷീണിച്ചിട്ടില്ലേ ഇന്ദു? പക്ഷെ അവളത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് രുക്മിണിക്കൊപ്പം കോഫി ഉണ്ടാക്കുവാണ്. ആ സമയത്താണ് പൂജാമുറിയിൽ നിന്നും വാസന്തി ഇറങ്ങി വരുന്നത്. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച 3 പേരും ഹാളിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അവർ കളിയാക്കിക്കൊണ്ട് ശബ്ദം ഉയർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അയ്യയ്യയ്യേ, ഇതെന്താ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ആണോ? പക്ഷെ അവർ 3 പേരും അതൊന്നും കേൾക്കാതെ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ രുക്മിണി ഇന്ദു അത് കേട്ടിട്ടുണ്ടായിരുന്നു. രുക്മിണി അവരുടെ ശബ്ദം കേട്ടപ്പോൾ അകത്തേക്ക് വരികയാണ്. അവർ 2 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കോഫിയായിട്ട് ഇന്ദു അകത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു വരുമ്പോൾ കാണുന്ന കാഴ്ച രുക്മിണിയും വാസന്തിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ദേഷ്യത്തോടെ നിൽക്കുന്നതാണ്. രുക്മിണിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇന്ദുവിനോട് അവർ പറയാണ്, കോഫി കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ നേരെ വാസന്തിയുടെ അടുത്തേക്ക് കോഫിയായിട്ട് ഇന്ദു ചെല്ലുവാണ്. കോഫി എടുത്തിട്ട് വാസന്തി സ്നേഹത്തോടു കൂടിയാണ് ഇന്ദുവിനോട് സംസാരിക്കുന്നത്. പുഞ്ചിരിച്ചുകൊണ്ടൊക്കെയാണ് കോഫി എടുക്കുന്നത്. അതിനുശേഷം രുക്മിണിയെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ പറയാണ്, വീട്ടുജോലിക്ക് വേണ്ടി വന്ന എല്ലാവരും ഇന്നലെ തന്നെ പണവും സമ്മാനങ്ങളും വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോയതാണ്. ഇനിയും ബാക്കിയുള്ള ഒരു കൂട്ടം ആൾക്കാർ പോവാതെ ഇവിടെ തന്നെ കിടക്കുവാണല്ലോ. അവരെ കളിയാക്കിയതാണെന്ന് ഇന്ദുവിന് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ രുക്മിണി ഒരു അക്ഷരം പോലും തിരിച്ചു പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വാസന്തി ഇന്ദുവിനോട് ചോദിക്കുകയാണ്, മോള് കോഫി കുടിച്ചോ? ഇല്ലമ്മ, ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. അങ്ങനെയാണോ? എങ്കിൽ ആദ്യത്തെ കോഫി നീ തന്നെ കുടിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് അവർ ആ പാത്രം ഇന്ദുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവൾക്കൊരു കോഫി എടുത്ത് കൊടുക്കുകയാണ്. വല്ലാതെ സ്നേഹിച്ച് കൊല്ലുവാണ് ഇന്ദുവിനെ. രുക്മിണിക്ക് അതിൻ്റെയൊക്കെ അർത്ഥം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതിന് പുറമെ വാസന്തി രുക്മിണിയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, കാക്കക്കൂട്ടൊക്കെ ഇനിയും കുറച്ചു നേരം കൊണ്ട് ഇവിടെ നിന്നും പറന്ന് പൊയ്ക്കൊള്ളണം. ഇതെന്താ സത്രാണോ? വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ തങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ചെങ്കിലും അഭിമാനമുള്ളവർക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ദു, മോള് കോഫി കുടിക്കും മോളെ, മോള് കുടിക്ക്. കണ്ടവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നീ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും കുറച്ച് ബുദ്ധിശാലിയായിട്ട് ജീവിക്കാൻ നോക്ക്. കുടിക്കും മോളെ. എന്നിട്ട് അവർ കോഫി എടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. രുക്മിണിയുടെ നേരെയാണ് അടുത്ത കോഫിയായിട്ട് ഇന്ദു പോയത്. ഇന്നാ അമ്മ കുടിക്കും, ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ മുകളിൽ പോയി കൊണ്ടു കൊടുത്തിട്ട് വരാം. അപ്പോൾ രുക്മിണി അവളോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മായിയമ്മ പറഞ്ഞതുപോലെ ഇനിയും എത്ര കാലം ഇന്ദു നീ ഇങ്ങനെ ഓടുക? ഒരു 5 മിനിറ്റ്. ഇന്നാ ആദ്യം കോഫി കുടിച്ചിട്ട് അതിനുശേഷം പോ. ഇന്നാ കോഫി കുടിക്കുന്നു. ഇന്ദു മടിച്ച് കോഫി കുടിക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് രുക്മിണി ഒരു വല്ലായ്മയോട് കൂടിയാണ് നിൽക്കുന്നത്. അതേസമയം നീലനും ഡെക്കും പുറത്ത് നിൽക്കുകയാണ്. ഇന്ദു അവർക്കുള്ള കോഫിയായിട്ട് പോയിട്ട് അവർക്കത് കൊടുക്കുന്നുണ്ട്. ഇന്ദു തിരിഞ്ഞു നടന്നത് നീലൻ പറയുന്നുണ്ട്, ഇന്ദു രാവിലെ ഭക്ഷണമൊന്നും പാചകം ചെയ്യണ്ട. ഇനിയും സാധനങ്ങളൊന്നും എടുത്ത് ലെവലിൽ വെച്ചിട്ടില്ലല്ലോ. തൽക്കാലം കടയിൽ നിന്ന് എല്ലാവർക്കും പാർസൽ കൊണ്ടുവരാം. എന്താ, അതുപോരെ? അവൾ മറുപടിയൊന്നും പറയുന്നില്ല. ശരി, നീ പോയിട്ട് റെഡിയാവും, ഞാനും റെഡിയാവാം. നമുക്ക് ഓട്ടോയിൽ കടയിലേക്ക് പോവാം. എൻ്റെ ബൈക്ക് കടയിലാണുള്ളത്. പക്ഷെ ഇന്ദു അപ്പോഴും ഒന്നും പറയുന്നില്ല. എന്താ ഇന്ദു ഒന്നും പറയാതെ നിൽക്കുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ
ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാവരെയും തനിച്ചു വിട്ടിട്ട് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ എനിക്ക് വല്ലാതെ പേടി തോന്നുവാണ്. ഇന്ദു പറഞ്ഞത് കേട്ടപ്പോൾ നീലനും തോന്നുന്നുണ്ട് അത് ശരി തന്നെയാണെന്ന്. അതെ ഇന്ദു, താൻ പറയുന്നതും ശരി തന്നെയാണ്. ഞാൻ ആ ഒരു ആംഗിളിൽ ചിന്തിച്ചതേ ഇല്ല. അപ്പോൾ ഡെക്ക് ചോദിക്കുകയാണ്, എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ നിന്റെ അമ്മയെ പേടിച്ചിട്ട് ജോലിക്കൊന്നും പോവാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ പോവുകയാണോ നിങ്ങൾ രണ്ടുപേരും? പിന്നെ എന്ത് ചെയ്യാൻ അളിയാ നീ പറയുന്നത്? ഇപ്പോൾ ഇതെന്തായാലും പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്ന ഒരു പ്രശ്നമല്ല. ഇനി ഇത് അങ്ങോട്ട് ഈ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക, അത്രേ വഴിയുള്ളൂ. അല്ലടാ അളിയ, പക്ഷേ നീ ഇതും ചിന്തിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയാ നിനക്ക് ഇവിടെ നിൽക്കാനേ സമയം കാണുള്ളൂ. ചേച്ചിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരും പോവാൻ നോക്ക്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഡെക്ക് പറഞ്ഞെങ്കിലും. അപ്പോൾ അവർ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഡെക്ക് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലാരും ഭക്ഷണം കൊണ്ടുവന്ന് തരികയൊന്നുമില്ല. അങ്ങനെ തരാൻ വേണ്ടി നമ്മൾ രാജകുടുംബത്തിലെ ആൾക്കാരൊന്നും അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. പക്ഷെ അപ്പോഴും നീലനും ഇന്ദുവും മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ്. എടാ അളിയ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. കുടുംബം ഇപ്പോൾ വലുതായിരിക്കുകയാണ്. ഇനി പഴയതുപോലെ കിട്ടുന്ന പൈസ അത് മാത്രം മതിയാവില്ല. ഇനി എല്ലാത്തിനും നമ്മൾ അധികമായിട്ടുള്ള ചിലവുകൾ കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ പഴയതുപോലെ വീട്ടിലൊരു ദിവസം പോലും അടിച്ചിരിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ ചെല്ലാൻ നോക്ക്. രണ്ടുപേരും ഒന്നിച്ച് പോയാൽ മാത്രമേ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി തീരുള്ളൂ. ഞാൻ നോക്കിക്കൊള്ളടാ അളിയ, നിങ്ങൾ രണ്ടുപേരും പോവാൻ നോക്ക്. ശരിയടാ അളിയ, എങ്കിൽ ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞ് ഇന്ദുവും നീലനും അകത്തേക്ക് പോയി വേഷം മാറാൻ പോയിരിക്കുകയാണ്. ഇന്ദു ഉണ്ടാക്കിയ കോഫി കുടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഡെക്ക്. ആ സമയത്ത് അയാൾ സ്വയം പറയുന്നുണ്ട്, കോഫി നന്നായിട്ടുണ്ട്. അതേസമയം സ്റ്റാൻഡിലാണെങ്കിൽ ഇന്ദുവിൻ്റെ കൂട്ടുകാരികളായിട്ടുള്ള ഓട്ടോ ചേച്ചിമാരൊക്കെ വിഷമത്തോടെ നിൽക്കുകയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ പ്രശ്നം കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടായത് ഇന്ദുവാടി. എങ്ങനെയാണ് ഇന്ദു ഈ ഒരു സമയത്തെ മറികടക്കുക എന്ന് എനിക്കറിയില്ല. ഡെക്ലേസ് എന്നെ ഫോൺ ചെയ്ത് ഈ ഫംഗ്ഷന് ആരും വരണ്ട എന്ന് പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതേ ചേച്ചി, എങ്ങനെയെങ്കിലും ഈ വീടിൻ്റെ ജോലി ഒന്ന് പൂർത്തിയാക്കിയതിന് ശേഷം രുക്മിണി അമ്മയെ ആ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഇന്ദു എത്ര കാത്തു നിന്നതാ. അവളുടെ ജീവിതത്തിൽ മാത്രം എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ദൈവത്തോടുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നത് ചേച്ചി. നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ രക്ഷിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്നത്. പക്ഷേ ഓരോ പ്രാവശ്യവും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവർ തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ദൈവം ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്നത്. നമ്മൾ സംസാരിക്കുന്നതല്ല ചേച്ചി വിഷയം. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണല്ലോ ഇന്ദു കഷ്ടപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. അത് ആലോചിക്കുമ്പോൾ എനിക്ക് അവളോട് പാവം തോന്നുന്നു. അപ്പോഴേക്കും ഇന്ദുവിൻ്റെ ഓട്ടോ അങ്ങോട്ടേക്ക് സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്ദു വന്നിട്ടുണ്ട്. പാവം, അവളോടൊപ്പം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക? ഇന്ദു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചേച്ചിമാരുടെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ അവളെ ആശ്വസിപ്പിക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അത്രയും നേരം അടക്കി പിടിച്ച ആ ഒരു കരച്ചിൽ അവർക്ക് മുന്നിൽ ഇന്ദു പൊട്ടി കരയാണ്. അപ്പോൾ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇന്ദു കരയല്ലേ മോളെ, കരയല്ലേ. ആ ചേച്ചിമാരൊക്കെ പറയാണ്, ഇന്ദു നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും മുൻപിൽ നിന്നിട്ട് അതൊക്കെ ഫേസ് ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യം തന്നവളല്ലേ നീ. ഇന്ന് നീ തന്നെ ഇങ്ങനെ കരയുമ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല. എന്നെക്കൊണ്ട് സഹിക്കുന്നില്ല നന്ദിനി. രുക്മിണി അമ്മയ്ക്കാണെങ്കിലും അനന്തുവിനാണെങ്കിലും ഈ വീട് എത്രത്തോളം വാല്യുബിൾ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നില്ലേ? ഈ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം അപമാനവും നാണക്കേടുമാണ് അവർ സഹിച്ചതെന്ന് അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ്. അനന്തു പോയതിന് ശേഷം എങ്ങനെയെങ്കിലും അമ്മയുടെയും അദ്ദേഹത്തിൻ്റെയും ആഗ്രഹപ്രകാരം ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ആ വീട്ടിൽ താമസിപ്പിക്കണമെന്നായിരുന്നു ഇത്രയും കാലത്തെ എൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നാണ് ചേച്ചി ഞാൻ കരുതിയത്. അതിനുവേണ്ടി എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ താണ്ടിയാണ് അവസാനം തൊട്ടില്ല എന്നൊരവസ്ഥയിൽ എത്തിയപ്പോൾ ഇപ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു ചേച്ചി, നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അവൾ ചേച്ചിയുടെ കൈ പിടിച്ച് പൊട്ടിക്കരയാണ്. ഇല്ലേ ഇന്ദു, കരയല്ലേ മോളെ. അമ്മയുടെ ഇത്രയും വർഷത്തെ വൈരാഗ്യവും എൻ്റെ ഇത്രയും വർഷത്തെ അധ്വാനവും ഒരു ഉപയോഗവും ഇല്ലാതെ വെറുതെ പോയി ചേച്ചി. ഇന്ദു കരഞ്ഞുകൊണ്ടാണ് തന്നെയാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തളരരുത്, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊക്കെ മുൻപിൽ നിന്നുകൊണ്ട് നേരിടണം എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ചേച്ചി, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇല്ല ഇന്ദു, അങ്ങനെയൊന്നുമില്ല, നിന്നെക്കൊണ്ട് സാധിക്കും. അവരിങ്ങനെ അവൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. പണവും ആൾബലവും ഉള്ളവർക്ക് മാത്രം ഈ കാലത്ത് എന്തു നടക്കുന്ന സമയത്ത് ഇതൊക്കെ താണ്ടി നീ ഒരു സ്വന്തമായിട്ട് വീടുണ്ടാക്കിയത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തു തന്നെയാണെങ്കിലും രുക്മിണി അമ്മ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതാണ് ഞങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം. ഇത്രയും കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ഇത്രയും കാലം നീ തനിച്ച് ഒരാളായിട്ട് നിന്നിട്ടാണ് കടന്നു വന്നത്. ആ ഒരു അനുഭവവും പരിജ്ഞാനവും നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇന്ദു. അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ കരയരുത് ഇന്ദു. നീ ഇതും സഹിച്ച് മുന്നോട്ടേക്ക് വരും. നീ വിഷമിക്കരുത്.
അവരവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും കയ്യിലൊരു കിറ്റുമായിട്ട് നീലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നീലനെ കണ്ടത് ഇന്ദു വേഗം കണ്ണുനീര് തുടക്കുവാണ്. ഇതെന്താ കയ്യിൽ ടിഫിൻ ബോക്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? അത് ഞാൻ ഇന്ദുവിന് ഭക്ഷണമായിട്ട് വന്നതാണ്. ഇന്ദു, ഈ ഭക്ഷണം കഴിക്ക്. വേണ്ട നീലൻ ചേട്ടാ, നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനിടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാത്തത് വലിയ കാര്യമൊന്നുമല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള 90% ആൾക്കാരും ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരും. നീലം പറഞ്ഞു കൊടുക്കുവാണ്. ബാക്കിയുള്ള 10% ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരും കുട്ടികളും മാത്രമായിരിക്കും. കാരണം ഈ ലോകത്ത് മുതിർന്ന എല്ലാവരിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒന്നായിട്ടുണ്ടാവും. നീ പറയുന്നത് ശരി തന്നെയാണ്. നമ്മളിപ്പോൾ പ്രശ്നത്തിന് തന്നെയാണ് ഉള്ളത്. ആ പ്രശ്നത്തിന് നമ്മൾ കടന്നു പോകണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ കുറച്ചൊക്കെ ആരോഗ്യം വേണ്ടേ? അതെ ഇന്ദു, നീ പോയി ആദ്യം ഭക്ഷണം കഴിക്ക്, ചേച്ചി അവളോട് പറയാണ്. അപ്പം ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, അതെന്താ ഇന്ദുവിന് മാത്രമാണോ ഭക്ഷണം കൊണ്ടുവന്നത്? ഞങ്ങൾക്കൊന്നും ഒന്നുമില്ലേ? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നീലം പതറുമ്പോഴേക്കും ടെക്ക് ഒരു പാത്രം നിറയെ ചായയായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഇതാ ഗ്ലാസ് ഒരു 100 പ്രാവശ്യം കഴുകിയിട്ട് അടിപൊളിയായിട്ട് ചായ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ആ ചായ തന്നെ ധാരാളമായിരുന്നു. അവർക്കൊക്കെ ചായ എടുത്ത് കൊടുത്തപ്പോൾ നീലൻ അവളോട് പറയുന്നുണ്ട്, വയറിന് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അതെന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ആഹാ ഇത് കൊള്ളാലോ, എന്തൊക്കെ എവിടെ സംഭവിച്ചാലും നിങ്ങളുടെ പ്രണയത്തിന് മാത്രം ഒരു കുറവുമില്ല. അത് കേട്ട സമയത്ത് ഇന്ദുവിനും നീലനും ചിരി വരുന്നുണ്ടായിരുന്നു. ഇന്ദുവിൻ്റെ മുഖത്തൊരു ചിരി വന്നപ്പോൾ തന്നെ നീലന് കുറച്ചൊരു സമാധാനമായി. അപ്പോൾ ടെക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ അത് വേറൊരു വികാരം, ഇത് വിശപ്പ്. ഇന്ദു, നീ പോയി ഭക്ഷണം കഴിക്ക്, ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നീലൻ അവളോട് കണ്ടുകൊണ്ട് പ്ലീസ് എന്ന് കാണിക്കുന്നില്ല. അപ്പം ഇന്ദു സമ്മതിക്കുകയാണ്. രണ്ടുപേരും ഓട്ടോയുടെ അകത്തേക്ക് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഡെക്ലേസ് എന്തോ പറയാൻ വേണ്ടിയിട്ട് ഇടാ അളിയാന്ന് വിളിച്ചതാണ്. പക്ഷേ ഇന്ദുവിൻ്റെ കൂടെ പോകുന്ന നീലനെ കണ്ടപ്പോൾ ഇപ്പം ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് അവൻ തന്നെ തിരിച്ചു പോവുകയാണ്. ഇന്ദുവിൻ്റെ ഓട്ടോയിൽ തന്നെ ഇരുത്തിയിട്ട് പാത്രം കഴുകി കൊടുത്ത് അവൾക്കുള്ള ഭക്ഷണം നീലൻ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അതൊക്കെ ഓട്ടോ ചേച്ചിമാർ ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ട്. നീലൻ ഇന്ദുവിനോടുള്ള സ്നേഹം കാണുമ്പോൾ അവർക്ക് നല്ല സന്തോഷം തോന്നുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.